കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ജപമാലയുടെ അനുഗ്രഹത്തെക്കുറിച്ചാണ്. ജപമാല ചൊല്ലുമ്പോൾ നമുക്ക് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. അത് നിങ്ങൾ ജപമാല ചൊല്ലിത്തുടങ്ങുമ്പോഴേ നിങ്ങൾക്കതിൻ്റെ അർത്ഥവും ഇതൊക്കെ മനസ്സിലാകുള്ളൂ. ഞാൻ നാൾ മുതൽ ജപമാല ചൊല്ലിയ വ്യക്തിയാണ്. ഞാൻ പഠനത്തിൽ ഒത്തിരി വലിയ ഇതല്ലെങ്കിൽ പോലും ജപമാല ഞാൻ ഒത്തിരി ചൊല്ലുമായിരുന്നു. എൻ്റെ സാധ്യതകളെ എനിക്കറിയായിരുന്നു ഒക്കെ ഒത്തിരി കുറവുകളാണെന്ന്. പക്ഷേ ദൈവം വലിയവനായിരുന്നു. എൻ്റെ ബുദ്ധിക്ക് അതീതമായ അനുഗ്രഹങ്ങളാണ് ദൈവം എനിക്ക് തന്നത്. ഞാൻ ആകെ ചെയ്തിരുന്നത് എന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പരമാവധി ഞാൻ ശ്രമിക്കും. അതുപോലെ തന്നെ കൊന്ത ഞാൻ ചൊല്ലുമായിരുന്നു. കുഞ്ഞുനാളിലൊക്കെ ഞാൻ ഒത്തിരി 4 കൊന്തയൊക്കെ ചൊല്ലുമായിരുന്നു. പിന്നീട് അത് വലുതാവും തോറും എൻ്റെ പഠനത്തിരക്കും എല്ലാം കൂടിയായപ്പോൾ അത് കുറഞ്ഞ് ഒരു ജപമാലയിലേക്ക് മാറി. അത് കഴിഞ്ഞ് എനിക്കെന്നും പരമാവധി ഞാൻ ഒരു കൊന്ത എല്ലാ ദിവസവും ചൊല്ലും. പക്ഷെ ചില സമയങ്ങളിൽ ജോലി തിരക്കൊക്കെ ആയപ്പോൾ അത് ഒരു ജപമാല പോലും ചൊല്ലാൻ എനിക്ക് സമയമില്ലാതെ ഞാൻ പെട്ടെന്ന് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പെട്ടെന്നൊരു തകർച്ച വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു വൈദികൻ എന്നോട് പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുക, ഒത്തിരി ജപമാല ചൊല്ലി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക, ദൈവം ഇടപെടും ഉറപ്പായിട്ടും. അന്ന് മുതൽ ഞാൻ 5 കൊന്ത ചെല്ലാൻ തുടങ്ങി. എനിക്ക് സമയമില്ലെങ്കിൽ പോലും ഞാൻ അത് മാറ്റി എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ചൊല്ലും. ചില സമയത്ത് ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 5 കൊന്ത ചെല്ലാൻ ചിലപ്പോൾ എനിക്ക് ക്ഷീണമാകും. പക്ഷേ ഞാൻ അത് ഓഫിൻ്റെ ദിവസങ്ങളിലേക്ക് ആ കൊന്ത മാറ്റി വയ്ക്കും. കാരണം ആ കൊന്ത 5 എണ്ണത്തിൻ്റെ കണക്ക് ഞാനത് ചൊല്ലി തീർക്കും. ഞാനതൊരു ശീലമാക്കി തുടങ്ങി. കാരണം എൻ്റെ ഉത്തരവാദിത്തമാണ് ഓരോ കൊന്തയും ഓരോരുത്തരും നിയോഗങ്ങൾക്ക് വേണ്ടി ചൊല്ലുക എന്നുള്ളത്. അതുപോലെ തന്നെ മക്കളെയും ഞാൻ പഠിപ്പിച്ചു. മക്കൾ ചെറുതാണ് എങ്കിൽ പോലും അവരും അതിനോട് ഇൻട്രസ്റ്റ് കാണിച്ചു. അവരും ഒരു കൊന്തയല്ല 3 കൊന്തയൊക്കെ ഓരോ ദിവസവും ചെല്ലാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. അവരോട് ഞാൻ പറയുമായിരുന്നു, മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഓരോ കൊന്ത സമർപ്പിക്കുക. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ തരാൻ തുടങ്ങി. കൊന്ത ചൊല്ലും തോറും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഒത്തിരി അനുഭവിക്കാൻ തുടങ്ങി. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. ഞങ്ങൾ തീരുമാനിക്കാൻ പറ്റാത്ത പല അവസ്ഥകളിലേക്ക് കർത്താവ് ഇടപെട്ടു. അതുകൊണ്ട് കൂട്ടുകാരി നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, കൊന്ത പിടിക്കുക. ആ കൊന്ത ദൈവം ഇടപെടും. ജീവിതത്തിൽ നിങ്ങൾ കൊന്ത പിടിച്ചോ, ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടും. നിങ്ങളുടെ എന്ത് പ്രശ്നം തന്നെയാണെങ്കിലും ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. ജപമാല വലിയൊരു അനുഗ്രഹമാണ്. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം. അമ്മ മാതാവിൻ്റെ കൂടെ ഇരുന്ന് നമ്മൾ ഈശോയെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. അതിലെല്ലാ പ്രശ്നങ്ങളും, നിങ്ങളുടെ പ്രശ്നങ്ങളും, നമ്മുടെ കൂട്ടുകാരുടെ പ്രശ്നങ്ങൾ, നമ്മളെ മാതാപിതാക്കൾ, നമ്മുടെ ഈ ലോകം